ഗൈസ്, വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. ഇന്ന് നമ്മളൊരു നാടൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇടിയൻ ചക്ക ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ ഇടിയൻ ചക്കയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇടിയൻ ചക്ക ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മായി എടപ്പാളെന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇടിയൻ ചക്ക. അപ്പോൾ അമ്മായി ആണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ അമ്മായിയുടെ പാചകം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചക്ക വെട്ടി നുറുക്കി ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറേ ദിവസമായി ഇടിയൻ ചക്ക തിന്നാൻ തോന്നിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചക്ക ആയി വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മായി കൊണ്ടു തന്നതാണ് ഈ ചക്ക. ഇടിയൻ ചക്ക എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ മൂപ്പെത്താത്ത ചക്കയാണ് കേട്ടോ. അങ്ങനെ വിരിഞ്ഞ് വരുന്ന ആ ഒരു ചക്ക, അതായത് ചുളയും അതിൻ്റെ ആയ കുരുവൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഇളയ പരുവത്തിലാണ് ഉള്ള ചക്കയാണ് കേട്ടോ നമ്മൾ ഇടിയൻ ചക്ക ഉണ്ടാക്കാനായിട്ട് എടുക്കുക. അതിൻ്റെ ആയ പൊല്ല എന്ന് പറയുമ്പോൾ നാര് പോലുള്ളത് അതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാവുമ്പോൾ അതൊക്കെ എടുക്കാം കേട്ടോ. ചക്കയുടെ കുരുവൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതിൻ്റെ പോളയും ഇതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് അത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ തൊലി, ബാക്കിലുള്ള തൊലി ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കും. ഓരോന്നായിട്ട് അമ്മായി നന്നാക്കുന്നുണ്ട് കേട്ടോ. അതിനിടെ കൂടെ അമ്മായി ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളതൊക്കെ നന്നാക്കണത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വർത്തമാനത്തിനിടയിൽ നമ്മൾ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നുപോയാലും അമ്മായി ഓർത്ത് വെച്ചത് സാധിച്ചു തരും കേട്ടോ. അതുപോലെ ഒന്നായിരുന്നു ഈ ഇടിയൻ ചക്ക. 4 മണിയുടെ ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഇടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി വിലപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇത് മുഴുവനും ഇന്ന് കറി വയ്ക്കണില്ല. പിന്നെ അതിൻ്റെ തൊലി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പശുവിന് കൊടുക്കുകയാണ്. ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഉണ്ടാക്കാനായിട്ട്. ബാക്കി നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കുരുവും ചോളയൊക്കെ ഇങ്ങനെ ചെറുതാണ്. ഇങ്ങനെ തെളിഞ്ഞ് ചെറിയ പാകത്തിനായി വരുന്നേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 വിസിലൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ശരിക്കും വെന്താലാണ് അത് നമുക്കിങ്ങനെ ഇടിച്ചെടുക്കാനായിട്ട് പറ്റുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അമ്മായി ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1 സ്പൂണ് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. അത് വേവുന്ന നേരം നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് നോക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, അത്ര എടുക്കാം കേട്ടോ. പിന്നെ ഈ നേരം കൊണ്ട് നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ പച്ചമുളക് നെടുകെ കീറിയതും ഇഞ്ചി കഷ്ണവും വേപ്പിലയും പിന്നെ ആ നാളികേരം ചെരുക്കി വെച്ചിരിക്കുന്നത്, അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് പോലെ ഒന്നും അരക്കേണ്ട കേട്ടോ. ഒന്ന് വെറുതെ നമ്മൾ കറിക്കൊക്കെ ഒന്ന് തോരനുണ്ടാക്കാനൊക്കെ ആയിട്ട് ഒതുക്കില്ലേ, അതേ പരുവത്തിലൊന്ന് ഒതുക്കിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഒന്ന് നമ്മുടെ കുഞ്ഞുരലിൻ്റെ ഒലയ്ക്ക് വെച്ചിട്ട് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കൊന്നും വേണ്ട. ഇങ്ങനെ പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. കല്ലിലിട്ടിട്ട് ഇടിക്കുകയാണെങ്കിൽ അങ്ങനെയായാലും മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഒരുപാട് പേസ്റ്റായി പോവും. ഇങ്ങനെ ഒന്ന് പതിയെ ഉടച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അമ്മ ഇതേ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കുകയാണ് ആദ്യം ചെയ്തത്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല രുചി ഉണ്ടാവും. പിന്നെ അരപ്പ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്.
ഇനി ആ ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ ഇടിയൻ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം. അമ്മയുടെ ഇന്നത്തെ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ യൂസ്ഫുള്ളായ വീഡിയോസ് തുടർന്നും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.